സുഖകരമായൊരു യാത്ര, ഒരു കുടുംബം, ചില യാത്രക്കാരന്മാർ, സ്വപ്നങ്ങളുമായി ഉയരുന്ന വിമാനം. പക്ഷേ മിന്നൽ പോലെ അടിച്ചു കയറുന്ന അപകടം. വിമാനം പതിക്കുന്നു. ആഴക്കടലിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യർ. മുകളിൽ വെള്ളവും പുറത്ത് ഷാർക്കുകളും. ഇവയിൽ നിന്നൊക്കെ ജീവൻ നിലനിർത്താനായി അവർ നടത്തുന്ന പോരാട്ടമാണ് നമ്മൾ നോ വേ അപ്പ് എന്ന സിനിമയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോയുടെ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താൽ കഥയുടെ മുഴുവൻ രസവും നഷ്ടപ്പെടും. അതിനാൽ വീഡിയോ മുഴുവനായി കാണാനും മറക്കരുത്. എങ്കിൽ നമുക്ക് കഥ തുടങ്ങാം. സിനിമയുടെ തുടക്കത്തിൽ എയർപോർട്ടിൽ 2 പേര് നിൽക്കുന്നത് കാണുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി എത്തുകയാണ്. അത് വേറെ ആരുമല്ല, ഈ കറുത്ത ടീഷർട്ട് ഇട്ടവൻ്റെ ലവറാണ്. അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു വന്നത്, അവളുടെ കൂടെ ഒരു ബോഡി ഗാർഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. നീ എന്തിനാ എല്ലായിടത്തും ബോഡി ഗാർഡിനെ കൂട്ടുന്നത്? നമ്മളിപ്പോൾ ട്രിപ്പാണ് പോകുന്നത്, ബോഡി ഗാർഡ് ഉണ്ടായാൽ എങ്ങനെ നമ്മൾ ട്രിപ്പ് എൻജോയ് ചെയ്യുക എന്നൊക്കെ സംസാരിക്കുന്നു. ഇതേ സമയം അവൻ്റെ ഫ്രണ്ട് അവിടെയുള്ള ബോഡി ഗാർഡിനോട് പറയുന്നു, നിങ്ങളെന്തിനാ എപ്പോഴും അവളെ ശല്യപ്പെടുത്തുന്നതെന്ന്. ബോഡി ഗാർഡ് പറയുന്നു, ഞാനെപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവും, അവളുടെ സുരക്ഷയെ കാണുന്നു. ഇതേ സമയം ഒരു മുത്തശ്ശിയെയും മുത്തശ്ശനെയും പിന്നെ ഒരു കുട്ടിയെയും കാണുന്നു. ഇവരും ആ വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. ആ കുട്ടിയുടെ കയ്യിൽ ഒരു ടെഡി ബിയർ ഉണ്ട്. ആ കുട്ടിക്ക് അത് വളരെ ഇഷ്ടമാണ്. ഈ കുട്ടിയുടെ പേരാണ് റോസ. റോസ ചോദിക്കും അവളുടെ മുത്തശ്ശിയോട്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ മുത്തശ്ശി പറയും അതൊരു സർപ്രൈസ് ആണെന്ന്. ഇപ്പോൾ ഹീറോയിൻ അവളുടെ പാസ്പോർട്ട് കൊടുക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറയുകയാണ്, നിങ്ങൾ ഗവർണറുടെ മകളാണോ? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹീറോയിൻ ഗവർണറുടെ മകളായത് കൊണ്ട് തന്നെയാണ് അവളുടെ കൂടെ എപ്പോഴും ബോഡി ഗാർഡ് ഉണ്ടാവുന്നതെന്ന്. ഇപ്പോൾ ആ പെൺകുട്ടിയെ കാണുന്നു. അവളുടെ ടെഡി ബിയർ മിസ്സായി പോയിരിക്കുകയാണ്. അത് തിരയുകയാണ് അവൾ. ഈ സമയം അങ്ങോട്ടേക്ക് ഹീറോയിൻ ഒരു കോഫിയുമായി വരികയാണ്. റോസ് അവളുടെ ടെഡി ബിയറിനെ തിരയുന്നതിനിടയിൽ നമ്മുടെ ഹീറോയിനെ ഒന്ന് തട്ടിപ്പോകും. എന്നിട്ട് റോസ ഇപ്പം മാപ്പൊക്കെ പറയുന്നുണ്ട്. ഹീറോയിൻ പറയുന്നു അത് സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോയിനെ തട്ടിപ്പോയത് കൊണ്ട് തന്നെ അവൾ പേടിച്ച് അവളുടെ മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുകയാണിപ്പോൾ. പിന്നീട് ഹീറോയിൻ അവളുടെ ടെഡി ബിയർ കണ്ടുപിടിച്ച് കൊടുക്കുന്നു അവൾക്ക്. ഇപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായിരിക്കുകയാണ്. അതുകൂടാതെ ഹീറോയിൻ പറയുന്നു, നീ എന്നെ തട്ടിപ്പോയതിന് എനിക്ക് ഒരു കുഴപ്പവുമില്ല, നീ പേടിക്കാതെ ഇരുന്നോ എന്ന് പറയുന്നു. അതോടെ ആ സീൻ കട്ടാവുന്നു. ഇപ്പോൾ കാണുന്നത് എല്ലാവരും വിമാനത്തിലേക്ക് കയറുന്നതാണ്. അവിടെ ഒരു എയർ ഹോസ്റ്റസ് ഉണ്ട്. അവരുടെ പേരാണ് ഡാനിയൽ. അങ്ങനെ എല്ലാവരും വിമാനത്തിൽ കയറി അവരുടെ സീറ്റിലിരിക്കാൻ നോക്കുന്നു. ഹീറോയിൻ ഇപ്പോൾ പുറകിൽ പോകുമ്പോൾ ഈ ബോഡി ഗാർഡ് പറയുന്നു, നിങ്ങളെന്തിനാണ് പുറകിൽ പോകുന്നതെന്ന്. ഹീറോയിൻ പറയുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെന്ന്. ഇപ്പോൾ ഡാനിയൽ അവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അത് കണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ടും ഒക്കെ കളിയാക്കി ചിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഡാനിയൽ ഡ്രിങ്കുമായിട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ട് പറയുന്നു, എനിക്ക് ബിയർ വേണമെന്ന്. അങ്ങനെ അവന് ബിയറും കൊടുക്കുന്നു. ഹീറോൻ്റെ ഫ്രണ്ട് ഒരു തമാശക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവന് ബിയറും കൊടുത്ത് ഡാനിയൽ ഒരു ചെറിയ ചിരിയോടെ അവിടെ നിന്നും മടങ്ങുന്നു. പിന്നീട് ഫ്ലൈറ്റിൽ നിന്നും ഒരു വോയിസ് കേൾക്കുന്നു, എല്ലാവരും അവരവരുടെ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുക, നമ്മളിപ്പോൾ പറക്കാൻ പോവുകയാണെന്ന്. അതിനുശേഷം ഫ്ലൈറ്റ് ഉയരുന്നു. അങ്ങനെ ഇപ്പോൾ ഫ്ലൈറ്റ് പറന്നിരിക്കുകയാണ്. അതിനിടയിൽ കുറേ പക്ഷികളൊക്കെ വന്ന് ഫ്ലൈറ്റിൻ്റെ എൻജിനിന് ഇടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് കുറച്ച് പേർ പേടിച്ചു. അങ്ങനെ ഡാനിയൽ പറയുന്നു, ആരും പേടിക്കേണ്ട, അത് ചെറിയ ചെറിയ പക്ഷികളാണ്, നിങ്ങൾ സുരക്ഷിതമായി ഇരിക്കുക എന്ന് പറയുന്നു. എന്നാൽ അവിടെ അവർ കരുതിയതുപോലെയല്ലായിരുന്നു നടന്നത്. പക്ഷികളൊക്കെ എൻജിൻ വന്ന് ആക്രമിച്ചത് കൊണ്ട് തന്നെ എൻജിൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കത്തിപ്പോവുകയാണ്. അങ്ങനെ എൻജിൻ കത്തുന്നു. അത് കണ്ട് അവരെല്ലാം പേടിച്ചിരിക്കുകയാണ്. കൂടാതെ വിമാനത്തിൽ നല്ല കുലുക്കവും തുടങ്ങുന്നു. അങ്ങനെ എൻജിൻ കത്തി അതിൽ നിന്നും പൊട്ടിത്തെറിച്ചിപ്പോൾ വിമാനത്തിൽ വന്നിടിക്കുന്നു. അപ്പോൾ വിമാനത്തിൽ വന്നിടിച്ചതും അതിൻ്റെ പവർ കൊണ്ട് തന്നെ വിമാനത്തിൻ്റെ ഒരു ഭാഗം ഹോളായി മാറിയിരിക്കുകയാണ്. നല്ല വേഗതയേറിയ കാറ്റും വിമാനത്തിൽ വരുന്നു. ഇതുവഴി കുറച്ചു പേർ താഴേക്ക് പോവുകയാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരായിരുന്നു താഴേക്ക് പോയത്. അങ്ങനെ എല്ലാവരും പേടിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ ബോഡി ഗാർഡ് ഒരുത്തനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ വേഗതയേറിയ കാറ്റ് കൊണ്ട് തന്നെ അവൻ താഴേക്ക് വീഴുന്നു. അങ്ങനെ വിമാനം ഇപ്പോൾ സമുദ്രത്തിനടിയിലേക്ക് താഴുന്നു. അതിൽ കുറച്ചു പേർക്ക് ജീവനുണ്ടായിരുന്നു. പകുതിയായിരുന്നു വിമാനത്തിൻ്റെ സമുദ്രത്തിൽ ആണ്ടുപോയത്. നമ്മുടെ ഹീറോയിനും അവൻ്റെ ഫ്രണ്ടിനൊക്കെ ജീവനുണ്ട്. ഇപ്പോൾ ഹീറോയിൻ അവളുടെ ബോഡി ഗാർഡിന് ജീവനുണ്ടോ എന്ന് നോക്കും. എന്നാൽ ഹീറോയിൻ അവനെ അവിടെയൊന്നും കാണുന്നില്ലായിരുന്നു. വിമാനത്തിൻ്റെ മുൻവശം മുഴുവനായി വെള്ളത്തിൽ ആണ്ടിരുന്നു. പുറകുവശം മേലെ ആയതുകൊണ്ട് തന്നെ പുറകുവശത്ത് വെള്ളം അങ്ങനെ കയറിയില്ലായിരുന്നു. ഇപ്പോൾ വെള്ളത്തിനടിയിൽ നിന്നും എന്തോ ഒരു സൗണ്ട് കേൾക്കും ഹീറോയിൻ. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ലായിരുന്നു, നമ്മുടെ റോസയാണ്. അവൾക്ക് ജീവനുണ്ടായിരുന്നു. എന്നാൽ അവളുടെ മുത്തശ്ശൻ മരിച്ചിരുന്നു. അവളുടെ മുത്തശ്ശിക്ക് ചെറു ജീവനുണ്ട്. അവരിപ്പോൾ ഗുരുതര അവസ്ഥയിലാണ്. അങ്ങനെ ഡാനിയൽ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടാനായി
പരിശ്രമിക്കുന്നു. ഒടുവിൽ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഈ സമയം അങ്ങോട്ടേക്ക് ബോഡി ഗാർഡും എത്തുന്നു. അവന് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. അതുകൂടാതെ ഹീറോന്റെ ഫ്രണ്ടിന്റെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പൊ ബോഡി ഗാർഡ് പറയുന്നു നമ്മൾക്ക് ഈ ഫ്ലൈറ്റിൽ അധികം നേരം ഇരിക്കാൻ കഴിയില്ല, നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന്. എന്നിട്ട് ഡാനിയലിനോട് ചോദിക്കുന്നു ഈ ഫ്ലൈറ്റിൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ എന്ന്. ഡാനിയൽ അത് നോക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ആ ഫ്ലൈറ്റിന്റെ പുറകുവശമായതുകൊണ്ട് തന്നെ അവിടെ ഓക്സിജൻ സിലിണ്ടർ ഇല്ലായിരുന്നു. ആവശ്യമായ സാധനങ്ങളൊക്കെ മുൻവശത്താണുള്ളത്. ഇപ്പൊ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. അപ്പോഴാണ് മുത്തശ്ശി പറയുന്നത് എൻ്റെ അടുത്തിരുന്ന ഒരു പാസഞ്ചറിൻ്റെ അടുത്ത് ഓക്സിജൻ കിറ്റ് കണ്ടിരുന്നു, അത് പക്ഷേ മുൻവശത്താണുള്ളത്, ആരാണ് പോയി എടുക്കുക? അപ്പോൾ ബോഡി ഗാർഡ് അത് എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ക്യാപ്പും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എടുത്തു തരുമോ എന്ന്. ഇപ്പോൾ ബോഡി ഗാർഡ് വെള്ളത്തിലിറങ്ങി അതെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഒടുവിൽ ഓക്സിജൻ എടുക്കുന്നു. പിന്നെ അതുകൂടാതെ അവരുടെ ക്യാപ്പും എടുക്കാൻ പോകുന്നു. ഇപ്പോഴാണ് നമ്മുടെ ബോഡി ഗാർഡ് ഒരു കാഴ്ച കണ്ടത്. അതായത് വലിയ ഷാർക്ക് ഉണ്ടായിരുന്നു പുറത്ത്. അങ്ങനെ ഇവർ ബോഡി ഗാർഡ് വരാത്തത് കൊണ്ട് തന്നെ എന്ത് പറ്റിയെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഇപ്പോൾ വെള്ളത്തിന് മേലെ കുറേ കുമിളകൾ വരുന്നു. പെട്ടെന്ന് ബോഡി ഗാർഡ് വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്നു. എന്നിട്ട് അവർ സീറ്റ് പിടിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവരെ വെള്ളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി അത് ഷാർക്കാണെന്ന്. ഇപ്പോൾ ഇവർക്കെല്ലാം എന്താണ് ചെയ്യേണ്ടത് പോലും മനസ്സിലാവുന്നില്ല. പുറത്ത് വെള്ളവും പിന്നെ ഷാർക്കുകളും. എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് ആർക്കും ഒരു പിടിയുമില്ലായിരുന്നു. അങ്ങനെ ആദ്യം നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ടിൻ്റെ കൈ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ സമുദ്രത്തിന് മുകളിൽ കൂടി പോകുന്ന സ്കൂബ ഡ്രൈവേഴ്സിനെയാണ് കാണുന്നത്. ഗവർണറിൻ്റെ മകൾ മിസ്സായത് കൊണ്ട് തന്നെയാണ് അവർ വളരെ പ്രഷറോടുകൂടി തന്നെ ചെക്ക് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ വിമാനം കാണുന്നു. അതിലെല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയുന്നു നമ്മൾക്ക് ഒന്ന് പുറത്തു പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാമെന്ന്. ഹീറോയിൻ പറയുന്നു നീ കണ്ടതല്ലേ, പുറത്ത് മുഴുവനായി ഷാർക്കുകൾ കൂടിയിരിക്കുകയാണ്, എന്തായാലും നമ്മൾ പുറത്തിറങ്ങിയാൽ മരണം സംഭവിക്കുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഫ്ലൈറ്റിന് ചുറ്റും ഷാർക്കുകൾ കൂടുന്നത്. എന്നിട്ട് ഫ്ലൈറ്റ് നീക്കുന്നു. അപ്പോൾ ഫ്ലൈറ്റിന് ചെറിയ കുലുക്കങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ഫ്ലൈറ്റ് വെള്ളത്തിനടിയിൽ പൂർണ്ണമായി മുങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെ അത് വെള്ളത്തിനടിയിൽ മുങ്ങിയത് കൊണ്ട് തന്നെ ഫ്ലൈറ്റിന് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വന്നു തുടങ്ങുന്നു. ഫ്ലൈറ്റിനകത്ത് നിറയെ പുക പിടിക്കാൻ തുടങ്ങുന്നു. അത് ഡാനിയൽ നീക്കം ചെയ്യുകയാണ്. പിന്നെ ഹീറോയിൻ പറയുന്നു നമ്മൾക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഇനി സമയം നമ്മൾക്ക് അധികമില്ല, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമെന്ന്. ഹീറോ ഇപ്പോൾ പറയുന്നു നമ്മൾ എന്തായാലും ഇതിൻ്റെ അകത്ത് നിന്നാലും മരിക്കും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പുറത്ത് പോയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്, അല്ലാതെ ഷാർക്കിനെ പേടിച്ചിരുന്നാൽ ഇവിടെ തന്നെ ഇരിക്കുമെന്ന്. ഇപ്പോൾ റോസ പറയുന്നു ഷാർക്കിനെ തുരത്താൻ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഷാർക്ക് നിറയെ ബബിൾസ് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും, ആ സമയത്ത് നമ്മൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന്. ഇത് കേട്ടതും എല്ലാവർക്കും ചെറിയൊരു പ്രതീക്ഷ വന്നിരിക്കുകയാണ്. മറുഭാഗത്ത് സ്കൂബ ഡ്രൈവേഴ്സ് ഇവരെ നിൽക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇവരുടെ ഫ്ലൈറ്റിൻ്റെ ചെറിയ ചെറിയ പാർട്സൊക്കെ കണ്ടിട്ടാണ്. അങ്ങനെ അവർ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഫ്ലൈറ്റിനകത്തുള്ളവർ നീന്താൻ വേണ്ടി എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ തിരയുകയാണ്. ഈ സമയം നമ്മുടെ സ്കൂബ ഡ്രൈവേഴ്സിലുള്ള ഒരാൾ വിൻഡോനടുത്ത് വരുന്നു. ഒടുവിൽ ഫ്ലൈറ്റിനകത്തുള്ളവരെല്ലാം ഇവരെ കാണുന്നു. അവരെ കണ്ട ഉടനെ അവർക്ക് സന്തോഷം വരികയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അത് നമ്മൾക്കായാലും ഉണ്ടാവില്ലേ അങ്ങനെ ഒരു സന്തോഷം. രക്ഷപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇപ്പോൾ സ്കൂബ ഡ്രൈവേഴ്സ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സ്കൂബ ഡ്രൈവേഴ്സിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ എന്തെങ്കിലും വഴി ഉണ്ടാവുമോ എന്ന് നോക്കുന്നു അതിനകത്ത് കയറാൻ. അതിനുവേണ്ടി അവർ പോകുന്നു. മറ്റവർ വിൻഡോനടുത്ത് തന്നെ നിൽക്കുന്നത്. അങ്ങനെ ഒരാളെ ഷാർക്ക് ആക്രമിക്കുകയാണ്. അങ്ങനെ മറ്റവരുടെ പിന്നിൽ ഷാർക്ക് വരുന്നു. ഫ്ലൈറ്റിനകത്തുള്ളവരൊക്കെ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് ഷാർക്കുണ്ട് എന്ന്. എന്നാൽ അതൊന്നും പുറത്ത് നിൽക്കുന്നവർ കേൾക്കുന്നില്ലായിരുന്നു. ഈ സമയം അവരെയും ആക്രമിക്കുന്നു. ഈ സമയം ഹെലികോപ്റ്ററിൽ ഫ്യൂവൽ കുറയുന്നു. അപ്പോൾ ഹെലികോപ്റ്ററിലുള്ളവർ വിചാരിക്കുന്നു ഫ്യൂവൽ അടിച്ചിട്ട് ഇങ്ങോട്ട് വരാം, അപ്പോഴേക്കും അവർ രണ്ടുപേരും മറ്റുള്ളവരെ രക്ഷിച്ച് വരും. എന്നാൽ അവർക്കറിയില്ലായിരുന്നു മറ്റുള്ളവർ മരിച്ച കാര്യം. ഇപ്പം നമ്മുടെ ഹീറോയിൻ പറയുന്നു നമ്മുടെ മുത്തശ്ശി പറഞ്ഞ ഈ ഓക്സിജൻ സിലിണ്ടർ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, ഞാൻ പോയി വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് അവൾ വെള്ളത്തിനടിയിൽ പോകുന്നു. ഒടുവിൽ അവൾ ആ സിലിണ്ടർ കണ്ടുപിടിക്കുന്നു. എന്നാൽ അവൾക്ക് അധിക നേരം വെള്ളത്തിൽ ബ്രീത്ത് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മുകളിൽ വരുന്നു. ഇപ്പോൾ ഹീറോ ആണ് വെള്ളത്തിലേക്ക് പോകുന്നത് ആ സിലിണ്ടർ എടുക്കാൻ വേണ്ടി. അങ്ങനെ അവൻ വെള്ളത്തിലേക്ക് പോകുന്നു. വെള്ളത്തിനുള്ളിൽ പോയതിനു ശേഷം അവൻ പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട്. കാരണം ഷാർക്കാണ്. ഷാർക്ക് ഹീറോയെ ഇപ്പോൾ ആക്രമിക്കുന്നു. അങ്ങനെ അവർ ഹീറോയെ രക്ഷിക്കാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയെ രക്ഷിച്ച് കിട്ടി. ഹീറോൻ്റെ കാലിൻ്റെ ഒരു ഭാഗം ഷാർക്ക് കൊണ്ടുപോയിരുന്നു. ഇപ്പം മുത്തശ്ശി വേഗം അവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങളും സീറ്റ് ബെൽറ്റൊക്കെ വെച്ച് ഹീറോയിന് ചികിത്സ ചെയ്യുകയാണ്. അങ്ങനെ ഹീറോനെ അവിടെ ഇരുത്തി ചികിത്സ ചെയ്യുന്നു. ഹീറോൻ്റെ കാലിൽ നിന്നും കുറേ രക്തം വരുന്നുണ്ടായിരുന്നു.
അങ്ങനെ ചികിത്സക്ക് ശേഷം നമ്മുടെ ഹീറോയിനോട് പറയുകയാണ്, നീ പേടിക്കാതെ ഇരി, നിനക്കൊന്നും സംഭവിക്കില്ല, നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്നൊക്കെ പറയുന്നു. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഹീറോയുടെ ബോധം പോകുകയാണ്. ഇപ്പോൾ ഡാനിയൽ വന്നിട്ട് ഹീറോയിനോട് പറയും, താഴെ കുറച്ച് പെട്ടിയുണ്ട്, അതിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ട്, എന്നാൽ അതിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജ്, എനിക്കതറിയില്ല എന്ന് പറയും. ഹീറോയിൻ പറയും, എനിക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജൊക്കെ അറിയാം, ഞാനും പോയി നോക്കാമെന്നും പറഞ്ഞ് അതിനടുത്ത് പോകുകയാണ്. അങ്ങനെ ഹീറോയിൻ താഴേക്ക് പോയി കുറേ പെട്ടികളിൽ നിന്നും ലൈഫ് ജാക്കറ്റൊക്കെ എടുത്ത് മുകളിലോട്ട് വരുന്നുണ്ട്. അതിനുശേഷം എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് കൊടുക്കും. എന്നാൽ ഹീറോനെ നോക്കുമ്പോൾ ഹീറോ കണ്ണ് തുറന്നിട്ടുണ്ട്, പക്ഷെ അവൻ അനക്കമൊന്നുമില്ല. അപ്പോഴാണ് മുത്തശ്ശി അവൻ്റെ പൾസ് ചെക്ക് ചെയ്തത്. അങ്ങനെ പൾസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവന് ജീവനില്ല എന്ന് മനസ്സിലാകുന്നു. എന്നിട്ട് ഹീറോ മരിച്ച കാര്യം ഹീറോയിനെ അറിയിക്കും. ഹീറോയിൻ അതറിഞ്ഞതും നെഞ്ചുപൊട്ടി കരയുകയാണ്. കാരണം ഹീറോ അല്ല ഹീറോയിൻ്റെ ലവർ, അതുകൊണ്ട് തന്നെ. ഇതേ സമയം അവർ വന്ന വിമാനത്തിൻ്റെ മുൻവശം മുഴുവനായി പൊട്ടി തകർന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും കുറച്ച് വെള്ളം വരാൻ തുടങ്ങി. ഇപ്പോൾ അവർക്ക് കുറച്ചേ സമയമുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുന്നു. അവൻ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് സങ്കടം കൊണ്ട് കരഞ്ഞിരിക്കുകയാണ്. കാരണം ഹീറോ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ ഹീറോയിൻ അവനോട് പറയുന്നു, നമ്മളിങ്ങനെ കരഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല, എങ്ങനെയെങ്കിലും നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. എനിക്കും നിൻ്റെ അതേപോലെ വിഷമമൊക്കെ ഉണ്ട്, നമ്മളത് സഹിച്ച് പിടിച്ച് ഇവിടുന്ന് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണമെന്ന് കൂടി ഹീറോയിന് പറയും അവനോട്. അതിനുശേഷം ഹീറോയിൻ എടുത്തു വന്ന ജാക്കറ്റും മറ്റു ഉപകരണങ്ങളൊക്കെ അവർ ധരിക്കുന്നു. എന്നിട്ടിപ്പോൾ അവർ പുറത്തു പോകാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഹീറോൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ പുറത്ത് വലിയൊരു ഷാർക്ക് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരതൊന്നും കണ്ട് പാനിക്കാവാതെ പുറത്തു പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അവരുടെ പ്ലാൻ ഓരോരുത്തരായി പുറത്തു പോകാനാണ്. അങ്ങനെ ഇപ്പോൾ മുത്തശ്ശി ഹീറോയിനോട് പറയുന്നു, നിങ്ങൾ എന്നെ നോക്കണ്ട, ഞാൻ മരിച്ചാലും എൻ്റെ കുട്ടിയെ നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട, കുട്ടിയെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്നു. ഇപ്പോൾ ഓരോരുത്തരായി അങ്ങോട്ടേക്ക് പോവുകയാണ്, അതായത് പുറത്തേക്ക്. അങ്ങനെ പുറത്തു പോകുന്നതിനിടയിൽ മുത്തശ്ശിക്ക് അതിൽ നിന്നും പുറത്തിറങ്ങാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അവർ പേടിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് പോയി മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെ അവൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തിയിട്ട് മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി വരുന്നില്ലായിരുന്നു. അവർക്ക് പേടിയായിരുന്നു. ഈ സമയം അങ്ങോട്ടേക്കൊരു വലിയ ഷാർക്ക് എത്തുന്നു. അത് നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ടിനെയും മുത്തശ്ശിയെയും ആക്രമിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഡാനിയൽ അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് അവർക്ക് എന്താണ് പറ്റിയതെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ആ ഷാർക്കിനെ കണ്ട് ഡാനിയൽ മടങ്ങിപ്പോകുന്നു. ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് 3 പേരാണ്, ഡാനി, റോസ, പിന്നെ ഹീറോയിനും. അങ്ങനെ അവൻ ആ പ്ലെയിനിൽ നിന്നും പുറത്തു വരുന്നു. എന്നിട്ടിപ്പോൾ റോസയും അവനും കൂടി ഇപ്പോൾ ജെറ്റ് പാക്കിൻ്റെ പവർ കൊണ്ട് മുകളിലോട്ടേക്ക് പോവുകയാണ്. ഹീറോയിൻ മുകളിലേക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ടേക്കൊരു വലിയ ഷാർക്ക് എത്തുന്നു. അതിനെ കണ്ട് അവളൊന്ന് പാനിക്കാവുന്നുണ്ട്. എന്തായാലും അവൾ വരുന്നെടുക്ക വെച്ച് കാണാമെന്നും പറഞ്ഞ് അവളും മുകളിലേക്ക് പോകുന്നു. ആ സമയം അവളൊന്ന് മയങ്ങിപ്പോകുന്നു, അതായത് ബോധം കെട്ടു പോകുന്നു. എന്നാൽ ഭാഗ്യം കൊണ്ട് ആ ജെറ്റ് പാക്കിൻ്റെ പവറിൽ അവൾ മുകളിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവൾ ബോധം വന്നതും ഡാനിയലിനെയും റോസയെയും നോക്കുന്നു. എന്നാൽ ആരെയും കാണുന്നില്ല. ഇതേ സമയം അങ്ങോട്ടേക്ക് ഒരു ഹെലികോപ്റ്റർ ലൈറ്റും അടിച്ചു വരുന്നു. ഒടുവിൽ അവർ കണ്ടുപിടിക്കുന്നു നമ്മുടെ ഹീറോയിനെ. അതിനുശേഷം ഹെലികോപ്റ്ററിലുള്ളവർ ഹീറോയിന് റോപ്പറിന് കൊടുക്കുന്നു. അത് പിടിച്ച് ഹീറോയിൻ ഹെലികോപ്റ്ററിലേക്ക് കയറുന്നു. എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ്. 2 പേര് മുകളിൽ സേഫായി എത്തിയിരുന്നു, നമ്മുടെ റോസയും ഡാനിയലും. അവരാദ്യം രക്ഷിച്ചിരുന്നു, ഇപ്പോൾ ഹീറോയിനെ രക്ഷിക്കുന്നു. എന്നിട്ട് ആ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നവർ ചോദിക്കുന്നു, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന്. ഹീറോയിൻ പറയുന്നു, ആരുമില്ല എന്ന്. ഇപ്പോൾ റോസക്കാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹീറോയിൻ അവളെ ഏറ്റെടുക്കുന്നു. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു.